ആൽബർട്ട് ഐൻസ്റ്റീൻ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയും. അപ്പോൾ ഐൻസ്റ്റീൻ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് നമുക്കെന്താ ഗുണം, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഗുണം? അതായത് സ്പെഷ്യൽ സ്കൂളുകൾ ആദ്യം നിർത്തലാക്കണം. ഇവിടെ പല കാര്യങ്ങളിലും സർക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് വരെ ആൾക്കാർ അവിടെ കുട്ടികളെയും കൊണ്ട് വരും. എന്നിട്ട് ഇവിടെ റെൻറ്റിൽ താമസിക്കും, വീടൊക്കെ എടുത്തിട്ട്. എന്നിട്ട് ഇവരൊരിക്കലും പറയൂല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നിങ്ങളുടെ മക്കൾ മരിക്കുന്നിടം വരെ ചിലപ്പോൾ ആവശ്യമുള്ളതാണ് തെറാപ്പിന്ന്. ഇവരൊരു 3-4 മാസമൊക്കെ റെൻറ്റിൽ താമസിച്ച് ആദ്യം കുട്ടികൾ വിചാരിക്കുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്താ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് ശരിയാക്കി എടുക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ അവർ പറയുവാണ് ഇതൊക്കെ എനിക്കും ഉണ്ടല്ലോ എന്ന്. അപ്പം പിന്നീട് ആ വീട്ടിൽ ഈ സ്ത്രീ പ്രതിസ്ഥാനത്താവുകയാണ്. നോക്കി, ഇവിടെ ഓട്ടിസമാണ് മോന് കിട്ടിയെന്ന്. പക്ഷേ അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇതിനേക്കാളും പ്രശ്നമുണ്ട് അച്ഛന്. ടീനേജിൽ പേരൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെക്ഷൽ ഇഷ്യൂസാണ്. അപ്പോൾ അവരുടെ വയലൻസിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്, ഈ ഹോർമോൺ ചേഞ്ചസും മറ്റു പ്രശ്നങ്ങൾ കൊണ്ട്. ഒരു പേരൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോള് ഇങ്ങനെയാണ്, അപ്പം ഞാൻ അവളുടെ യൂട്രസ് റിമൂവ് ചെയ്താലോ എന്ന്. ഡോക്ടർ ആകെ പ്രതിസന്ധിയിലായിപ്പോയി. അവർ പറഞ്ഞു, എനിക്ക് അതിനൊരു ഉത്തരം പറയാൻ അറിയത്തില്ല. എന്താണ് അത്, അവരുടെ ഒരു അവയവമാണ് അത്, നിങ്ങൾക്ക് വേറൊരാൾക്ക് ഈ ഒരു താല്പര്യത്തോടെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആരെങ്കിലുമൊക്കെ മിസ്യൂസ് ചെയ്താലോ. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. പലരുടെയും ജീവിതം അഗ്നിപർവ്വതങ്ങൾക്കുള്ളിലെ ജീവിതങ്ങളാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക, എന്താണ് സംഭവിക്കുക എന്നുപോലും അറിയാതെ മുന്നോട്ട് പോകേണ്ടി വരുന്നവർ. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അവരോടൊത്തു നിൽക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. 21 വയസ്സുകാരൻ സിദ്ധാർത്ഥിൻ്റെ അമ്മ പ്രീത GP ഓട്ടിസ്റ്റിക്കായ മകനുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച്, അത്തരം ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ അമ്മമാരെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലുത് ഈ അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സപ്പോർട്ട് എങ്ങനെയാണ്? അത് എനിക്കെപ്പോഴും തോന്നുന്ന കാര്യമാണ്. ഞാൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്, എന്താ കോഴിയെ വളർത്താൻ സഹായം, ആടിനെ വളർത്താൻ സഹായം, ഓട്ടോറിക്ഷ, ഇങ്ങനത്തെ കുറേ അങ്ങനത്തെ സഹായങ്ങൾ ഞാൻ കാണാറുണ്ട് പേരൻസിന്. പ്രത്യേകിച്ച് അമ്മമാരാണല്ലോ ഇതിലൊക്കെ പെട്ടുപോകുന്നത്. ഈ കൊച്ചുങ്ങളെ നോക്കാൻ തന്നെ സമയം തികയില്ല. ഇതിൻ്റെ പുറകെ തന്നെ 24 മണിക്കൂറും ഭൂതക്കണ്ണടി വെച്ചിരിക്കേണ്ട ആൾക്കാർ. അതിനേക്കാളും സംരക്ഷണം ആവശ്യമുള്ള കോഴി, ആടൊക്കെ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ ടൈപ്പ് ഇതാണ്. എവിടെയെങ്കിലും കുരുങ്ങിയൊക്കെ. എൻ്റെ ചെറുതിലെ നമ്മുടെ വീട്ടിൽ ആടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഈ ആടിനെയൊക്കെ നല്ല ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ജീവികളാണ്. അതുപോലെ പശു. അപ്പോൾ അവരെയൊക്കെ നോക്കാൻ ആണ് പിന്നെയും ഏൽപ്പിക്കുന്നത്. ഇതിനൊക്കെ ആരാ പോവുക? പാവപ്പെട്ട വീട്ടിലെ അമ്മമാരാണ് പിന്നെയും പോവുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം സ്റ്റേറ്റ് കുഞ്ഞുങ്ങൾ ആത്യന്തികമായി സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കുട്ടിക്ക് ഫുൾ ടൈം കെയർ ആവശ്യമുണ്ടെങ്കിൽ അവരെ കെയർ ടേക്കേഴ്സായിട്ട് പരിഗണിച്ച് ശമ്പളം കൊടുത്താൽ പോരെ? ഇവിടെ ഒരു എന്താ പറയുക, ഹോം നേഴ്സിന് കൊടുക്കേണ്ട സാലറി അവർക്കും കൊടുത്താൽ പോരെ? അപ്പോൾ അമ്മയ്ക്ക് കൊടുത്താൽ പോരെ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? വെറുതെ എന്തോരം പൈസകളാണ് ഇങ്ങനെ. ഈ കൊടുക്കുന്ന പൈസ എല്ലാം കൃത്യമായി വിനിയോഗിക്കപ്പെടുമോ? ഇവർക്ക് താറാവിനെയും കോഴീനെയും ഒക്കെ വളർത്താൻ പറ്റുമോ? എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അത് വലിയ പ്രശ്നമില്ലാത്ത കുട്ടികളുടെ പേരൻസ് ഒരു പക്ഷേ നോക്കാമായിരിക്കും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഈ കുട്ടി ആരും നോക്കും? ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നോക്കുമോ? അപ്പോൾ എനിക്ക് കൺസെപ്റ്റ് തന്നെ മാറേണ്ടി. അതെ, അത് ശരിക്കും നമ്മളുണ്ടല്ലോ, നമ്മളുടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു പരമ്പരാഗത ഇതാണ് കഷ്ടപ്പെട്ട് ജീവിക്കണം. പക്ഷേ മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിക്കണോ? മനുഷ്യർ ശരിക്കും കഷ്ടപ്പെട്ട് എന്തിനാ ജീവിക്കേണ്ടത്? സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ? സന്തോഷമായി ജീവിച്ച് മരിച്ചാൽ പോരെ? ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം ഇപ്പം പ്രീതയോട് സംസാരിക്കുമ്പം പ്രീത ഇത്രയും സാധാരണ ഒരമ്മ സംസാരിക്കുമ്പോഴേ സാധാരണ ഞാനത് എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അവർക്ക് സന്തോഷം ഇല്ലല്ലോ. ഈ മോൻ എഞ്ചിനീയറിങ്ങിന് പോയോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയോ അങ്ങനെയൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ കുറച്ചുകൂടി വേറൊരു തലത്തിൽ നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു അവിടെ ആയിരിക്കും ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചിൽ എത്തുന്നത് കൊണ്ടാവാം. വേറൊന്നും ഇല്ലല്ലോ. ഇനി അങ്ങ്
ഉള്ള സമയം ഉള്ള കാര്യങ്ങളും കൊണ്ട് സന്തോഷിച്ചാൽ ചെറിയ കാര്യം, അല്ലാതെ വേറെ ഇനി നമുക്ക് പരാതികളും പരിഭവങ്ങളും കൊണ്ട് കാര്യമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വേറെ ഒരു അവനെ സംബന്ധിച്ച് ഞാൻ സ്വാഭാവികമായിട്ടും ഉണ്ട്, ഞാൻ ഇല്ലാണ്ടായാൽ എങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്. എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ കളക്ടർ? അത് ഞാൻ ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുത്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതൊരു അത് ഒരു പ്രൊസീജിയറുണ്ട്, ഫോർമാറ്റ്, അത് സർക്കാരിന്റെ ഇത് തന്നെയാണ്, ഉണ്ട്. അത് ഓൺലൈനിലും ഇപ്പം ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ അത് ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? അല്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കുന്നത്. ഞാനിപ്പോൾ 18 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ഒരു വ്യക്തിക്ക് നാച്ചുറൽ ഗാർഡിയൻ പറ്റില്ലല്ലോ. 18 വയസ്സിൽ നാച്ചുറൽ ഗാർഡിയൻ എന്നുള്ള സംഭവം അവസാനിക്കുമല്ലോ, അവരൊരു പൗരന്മാരാകുമല്ലോ. ഇവരും അങ്ങനെ തന്നെയാണോ? അതെ. അപ്പം അവർ 18 വയസ്സായി കഴിയുമ്പോൾ നമുക്ക് അവരുടെ മുകളിലുള്ളത് ലീഗൽ റൈറ്റ് ആണ്. അപ്പം ഈ ലീഗൽ റൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കുന്നത്. അപ്പൊ പ്രീത കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും ഇതിന്റെ? ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് ലീഗൽ ഗാർഡിയൻഷിപ്പിൽ സർക്കാർ തന്നെയാണ് അവരുടെ ഉത്തരവാദിത്തം. നമുക്ക് ലീഗൽ റൈറ്റ് ആണ് തരുന്നത്. അപ്പോൾ കളക്ടറാണ് അതിന്റെ ഉത്തരവാദിത്തം. കളക്ടർ എത്ര കണ്ട് അന്വേഷിക്കുമെന്നും ഈ കളക്ടറിന് എത്ര സമയം, അങ്ങനെ ഉണ്ട് എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ലീഗൽ കമ്മിറ്റികളുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലീഗൽ ഗാർഡിയൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിനൊക്കെ എന്തോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇഫക്റ്റീവ് ആണോ അതറിയത്തില്ല. അപ്പോൾ എന്തേലും ഒരു പ്രശ്നം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവർ അയക്കുമോ? ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ കളക്ടർ എന്ത് ചെയ്യും? ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടിടുമായിരിക്കും ചിലപ്പോൾ. ഇപ്പം വയ്യാത്ത ഒരു കുട്ടിയാണ്, അമ്മ മരിച്ചു പോയാൽ എന്തായിരിക്കും ചെയ്യുക? ലീഗൽ ഗാർഡിയൻഷിപ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അനാഥാലയത്തിൽ ആക്കും. അനാഥാലയത്തിലാണോ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നിടത്ത് ആയിരിക്കാം, എവിടെയെങ്കിലും ആക്കിയാൽ അതായിരിക്കാം. അല്ലാതെ വേറൊരു സംവിധാനം ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഒരു മോണിറ്ററിങ് നടക്കണം. ആ മോണിറ്ററിങ് എത്ര കണ്ട് ഇത് ഫലപ്രദമായി നടക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നത്, ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. അതായത് സ്പെഷ്യൽ സ്കൂളുകൾ ആദ്യം നിർത്തലാക്കണം. ഇവിടെ പല കാര്യങ്ങളിലും സർക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് പക്ഷേ എല്ലായിടത്തും അങ്ങനെ, കുട്ടികൾക്ക് വേണ്ടി എല്ലായിടത്തും ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സാധാരണ കുട്ടികൾ ഈ വിഷയത്തിലെല്ലാം സർക്കാരിന്റെ ഇതില് ഈ സ്കൂളുകളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് അവർ സംഘടിത രൂപങ്ങൾക്കാണല്ലോ കുറച്ചും കൂടി ഇത്. അപ്പം ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് സ്പെഷ്യൽ സ്കൂളുകൾ ഇല്ലാതാക്കേണ്ടതാണ്. അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്, അഗ്രസീവായ കുട്ടികൾ, വയലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഇവരെ ആ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ബിഹേവിയറൽ തെറാപ്പി. അതുകൊണ്ട് ഈ കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികൾക്കായാലും ADHD ഉള്ള കുട്ടികൾക്കായാലും ഒക്കെ, ഇനിയിപ്പം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളായാലും ബിഹേവിയറൽ തെറാപ്പി നല്ല എഫക്റ്റീവ്. നമ്മൾക്ക് ഇവിടെ അങ്ങനെ പഠിച്ച ആൾക്കാരൊക്കെ, ഞാനിവിടെ ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ടില്ല. അതെ, ഈവൻ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുടെ കാര്യം പോലും ഇത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഭയങ്കര, കാരണം പുറത്ത് നല്ല സാലറിയാണ്, പഠിച്ചിട്ടപ്പം തന്നെ ഒരു സ്ഥലം വിടും. സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കുറിച്ചും അത് പറയുന്നുണ്ട്. മാത്രമല്ല അവർ പിന്നെ ഇവിടെ ഒരു മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഒരു സ്ഥാപനത്തിൽ സ്കൂളുകളിലൊക്കെ വെക്കണമെങ്കിൽ പോലും ഭയങ്കര സാലറി കൊടുക്കണം. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഒരു തെറാപ്പിസ്റ്റിനെ എന്നുള്ളത്? ഇത് ചെയ്യാവുന്ന കാര്യം, സർക്കാർ ജോലി കിട്ടുമ്പോഴെങ്കിലും മനുഷ്യർ നാട്ടിൽ നിൽക്കുമല്ലോ. അപ്പം സർക്കാർ ജോലി, സ്കൂളുകളിൽ ഉൾപ്പെടെ സർക്കാർ ജോലിക്കാരായിട്ട് ഇവരെ നിയമിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന ഒരു സ്ഥാപനം കോട്ടയത്തുണ്ട്, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ പോയിട്ടുള്ളതല്ല. അപ്പം ഇവിടെ കേരളത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് വരെ ആൾക്കാർ അവിടെ കുട്ടികളെയും കൊണ്ട് വരും. എന്നിട്ട് ഇവിടെ റെൻറ്റിൽ താമസിക്കും, വീടൊക്കെ എടുത്തിട്ട്. എന്നിട്ട് ഇവരൊരിക്കലും പറയൂല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നിങ്ങളുടെ മക്കൾ മരിക്കുന്നിടം വരെ ചിലപ്പോൾ ആവശ്യമുള്ളതാണ് തെറാപ്പിന്ന്. ഇവരൊരു 3-4 മാസമൊക്കെ റെൻറ്റിൽ താമസിച്ച് ആദ്യം കുട്ടികൾ വിചാരിക്കുന്ന, നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്താ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് ശരിയാക്കി എടുക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കറിയാം, അങ്ങനെ റെൻറ്റിന് വന്ന് താമസിച്ച് 4 മാസം 5 മാസമൊക്കെ ആകുമ്പോൾ ഇവർ ഭയങ്കര കർശനമായ ഇതിലാണ് തെറാപ്പിയൊക്കെ കൊടുക്കുന്നത്. കുറച്ചൊരു പ്രോഗ്രസ്സൊക്കെ വരുമ്പോഴത്തേന് പേരൻസ് അങ്ങ് പോവും, കാരണം മുതലാവത്തില്ലല്ലോ. ഇവിടെ ഫീസ് തന്നെ എത്ര 30,000-40,000 ഫീസും കൊടുത്ത്, പുറത്ത് വാടകയും കൊടുത്ത്, നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക, മിഡിൽ ക്ലാസ്സിലെ അപ്പർ ക്ലാസ്സിന് പോലും താങ്ങാൻ പറ്റൂല അതൊന്നും.
അപ്പം ഇവർ പെതുക്കെ കുട്ടികളെയും കൊണ്ട് അങ്ങ് പോകും. അപ്പം കുറച്ചൊരു ഇത് തെറാപ്പി ഒന്നും കിട്ടാതാകുമ്പോഴത്തേന് കുട്ടികൾ പിന്നീട് റിഗ്രഷൻ സംഭവിക്കും. ഇവർ പഴയ ഫോമിലേക്ക് തിരിച്ചു പോകും. അപ്പം ഇത് ഈ അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും പോയി താമസിച്ചിട്ട് ഇങ്ങനെ. അപ്പം ഇത് നമ്മുടെ സ്കൂളുകളിൽ ചെയ്താൽ മതി. സ്കൂളുകളിൽ തന്നെ ആദ്യം സർക്കാരിൽ നിന്ന് തുടങ്ങാമല്ലോ. സർക്കാർ സ്കൂളുകളിൽ തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സിനെയും, ഇവിടെ സ്പെഷ്യൽ ടീച്ചേഴ്സിന് വേറെ സാലറിയാണ് എന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ. അപ്പം വെച്ച് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച് അഗ്രസീവായിട്ടുള്ള കുട്ടികളെ മാറ്റി അവർക്ക് ബിഹേവിയറൽ തെറാപ്പി മറ്റു കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ പിന്നീടും പൊതുവെ ഈ കുട്ടികളുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ IAS IPS ഒന്നും ആക്കാനല്ല, ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആക്കാനല്ല, ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ ഒന്ന് ജീവിക്കാൻ പരുവപ്പെടുത്തിയെടുത്താൽ മതി. അല്ലാതെ ഇവരെ പഠിപ്പിച്ചെന്തോ ആക്കാനല്ല. പഠിക്കുന്ന കുട്ടികൾ പഠിച്ചോളും, ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവർ പഠിച്ചു പോകും. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾക്കിടയിൽ, അതെനിക്ക് മനസ്സിലായത് എനിക്ക് സ്വന്തം എക്സ്പീരിയൻസ് പറയാൻ പറ്റും. ഞാൻ സിദ്ധാർത്ഥിനെ നീന്തൽ പഠിപ്പിക്കാൻ ഒരു ഇൻസ്ട്രക്ടറെ വെച്ചിട്ട് നമുക്ക് എൻ്റെ ഫ്രണ്ടിന് പരിചയമുള്ള ഒരു ഹോട്ടലിൻ്റെ ടോപ്പ് ഫ്ലോറിലൊരു സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരു 20 ദിവസം ഞാൻ എന്താ പറയുക 20,000 അത് പുള്ളി എന്നോട് 15 എന്തോ വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇത് പെർ ഡേ 1,000 റുപ്പീസാണ്. അതൊരു വലിയ എമൗണ്ട് ആണെന്നല്ല ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് അത് അഫോർഡബിൾ അല്ല. അപ്പം അവന് വെള്ളത്തിൽ കുത്തിമറിയാനും വെള്ളത്തിൽ തലകുത്തി മറിയാനും പുള്ളിയോട് ഭയങ്കര സ്നേഹം, നല്ലൊരു മനുഷ്യനായിരുന്നു ബേസിക്കലി. അപ്പോൾ എല്ലാം പഠിച്ചു. പക്ഷേങ്കിൽ നീന്താനുള്ള കൺസെപ്റ്റ് അവന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവനെ സ്കൂളിൽ വിട്ടു. എനിക്ക് വീട്ടിൽ നിർത്തി നോക്കാനുള്ള, എനിക്ക് പണിയെടുക്കണ്ടേ, ജീവിക്കണ്ടേ. എങ്ങനെയാണ് അത് ചോദിക്കാൻ വന്നത് പ്രീത? ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? പൈസയും സാമ്പത്തികം വലിയ അറിഞ്ഞിട്ട് ബോംബെയിൽ ജോലിക്ക് പോകും. ബോംബെ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലി വിട്ടിട്ട് വന്നത് ഇവന് 8 വയസ്സുള്ളപ്പോഴാണ്. 8 വയസ്സുള്ളപ്പോൾ എനിക്ക് തന്നെ ഇവനെ അവിടെ നോക്കാൻ പറ്റൂലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത്. അപ്പം ഇത് ഏതായാലും പറയാം, ഈ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പ്രാധാന്യം എന്താണ്. അവസാനം പേരൂർക്കട ഒരു ഡോൾഫിനുണ്ട് പോലീസുകാരുടെ സ്വിമ്മിംഗ് പൂൾ, അത് പബ്ലിക് പൂളാണ്. ഞാൻ അവിടെ കൊണ്ടുപോകും എന്നും രാവിലെ. അവിടെ 100 രൂപ ഉണ്ട് ഒരു ദിവസം. ഞാനും കൂടെ ഇറങ്ങുവാണെങ്കിൽ 200. ശരിക്കും അവന് ഞാൻ ഇറങ്ങേണ്ടത് അവന് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാതിരിക്കാനാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്നോടും പൈസ വാങ്ങിക്കും 200 രൂപ. പിന്നെ വേറൊരാൾ കൂടെ ഇറങ്ങുവാണെങ്കിൽ 300 രൂപ, 300 രൂപയാകും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവന് അവിടുന്ന് ഇങ്ങനെ കാണുവാണ് എല്ലാവരും നീന്തുന്നത്. അവന് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി. അവന് നീന്താൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരും നീന്തുന്നത്. ഒരു ദിവസം തന്നെ അല്ലാതെ എന്നെ ഉപദ്രവിച്ച് അവിടെ വെച്ച് എന്നെ ഉപദ്രവിച്ചു. ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഉപദ്രവിച്ചു. അന്ന് ഞാൻ കൊണ്ടുവന്ന് കരയ്ക്കൂടെ നടത്തി. ഈ മനുഷ്യരെല്ലാം കുറേ കാലം കൊണ്ട് പഠിച്ചതാണ്, സിദ്ധാർത്ഥിനെ പോലെ മാജിക്കൊന്നും അല്ല, ഇത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും നടത്തി വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ഇവിടുന്ന് ഇവിടം വരെ നീന്തി തന്നെത്താൻ. അവൻ കണ്ടുപഠിച്ചതാണ് നീന്താൻ. പിന്നെ പഠിച്ചില്ല. പിന്നെ എനിക്ക് വിടാൻ പറ്റിയില്ല. പിന്നെ ഫിറ്റ്സ് വന്നു. പിന്നെ എന്ത് റിസ്കിലാണ് നമ്മൾ നീന്താൻ. എനിക്കത് ഭയങ്കര വിഷമായി പോയി. ആ ഒരു സാധനം അവൻ അത്രയും സ്വന്തം എനിക്കത് അത് വേറൊരാൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിലും. അവന് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ നീന്തുന്ന അവനുണ്ട്. ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷെ അവൻ പഠിച്ചു പോയേനെ. ദിവസവും കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ കൂടെ നിർത്താൻ പറ്റി, ഞാൻ ദിവസവും കൊണ്ടുപോകുമായിരുന്നെങ്കിൽ അവൻ ആ നീന്തൽ പഠിച്ചു. എനിക്കൊരു നീന്തലൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എഫക്റ്റീവാണ്. കാരണം വെള്ളം തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഹൈഡ്രോ തെറാപ്പിയൊക്കെ കൊടുക്കുന്ന ഒരുപാട്, ഹൈഡ്രോ തെറാപ്പി എന്ന് പറഞ്ഞു അത് മുതലെടുത്ത് ഹൈഡ്രോ തെറാപ്പിയൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ ഗവൺമെന്റ് വളരെ അതെ ഒരു വിഷയമായിട്ട് കരുതേണ്ടതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യർ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അതെ. ഇതിനകത്ത് പുതിയ ഒരു പ്രവണത നമ്മൾ കാണുന്നത്, ഈ സെലിബ്രിറ്റികൾ പലരും വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സെലിബ്രിറ്റി ഡിസ്ക്ലോഷർ, എനിക്ക് ഓട്ടിസം ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും? അത് പലപ്പോഴും എനിക്കതൊരു ട്രോജൻ ഹോഴ്സ് പോലെയാണ് തോന്നുന്നത്. എല്ലാ പ്രത്യക്ഷത്തിൽ തോന്നും ഇതെന്തോ ഗുണകരമായ കാര്യമാണെന്ന്. പക്ഷെ സത്യത്തിൽ അതത്ര ഈ പറയുന്ന സിവിയർ കേസ് ആൾക്കാർക്ക് ഗുണകരമല്ല എന്നാണ് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആദ്യം ഇങ്ങനെ ഓട്ടിസം ആണെന്ന് പറയുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയും. അപ്പോൾ ഐൻസ്റ്റീൻ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് നമുക്കെന്താ ഗുണം, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഗുണം,
എന്നൊരു ചോദ്യമില്ലേ? പുള്ളി എനിക്കറിയില്ല, പുള്ളി ഓട്ടിസ്റ്റിക് ആയിരുന്നിരിക്കാം, ആസ്പെർജർ സിൻഡ്രോം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ആയിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഈ താഴെ തട്ടിലില്ല. ഈ പറഞ്ഞതുപോലെ ഒരാൾ, ഒരു സ്ത്രീ, അവർ ഈ കുട്ടികളുടെ ഈ ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കുറേ ചോദ്യങ്ങളാണ്. ഇതൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊന്നും അല്ലല്ലോ കണ്ടുപിടിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറഞ്ഞുവാണല്ലോ. അപ്പം അവർ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ റേറ്റിംഗ് സ്കെയിലിൽ ഇരിക്കുമ്പം അവർക്ക് തോന്നുവാണ് ഇതെല്ലാം എനിക്കും ഉണ്ടല്ലോ. അപ്പം ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 ആണെന്ന് തോന്നുന്നു സ്കോർ. 19 ആണെങ്കിൽ മൈൽഡ് ബോർഡർ ലൈൻ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടിസം എന്നാണ്. അപ്പോൾ 18 ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് ആവുമോ? 17 ഉണ്ടെങ്കിൽ ഓട്ടിസ്റ്റിക് അല്ല, 16 ഉണ്ട്, 15 ഉണ്ട്, 10 ഉണ്ട്, ഒന്നും ഓട്ടിസം. അപ്പോൾ ഇതിലൊക്കെ നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അപ്പോൾ അവർ പറയുവാണ് ഇതൊക്കെ എനിക്കും ഉണ്ടല്ലോ എന്ന്. അപ്പം പിന്നീട് ആ വീട്ടിൽ ഈ സ്ത്രീ പ്രതിസ്ഥാനത്താവുകയാണ്. നോക്കി, ഇവിടെ ഓട്ടിസമാണ് മോന് കിട്ടിയെന്ന്. പക്ഷേ അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇതിനേക്കാളും പ്രശ്നമുണ്ട് അച്ഛന്. അല്ല, പക്ഷെ ഇതിൽ കണ്ടിട്ടുള്ളത് ഈ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ കുറിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവത്തിൽ മിക്കപ്പോഴും ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള വ്യക്തി ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്നത് വളരെ കുറവാണ്. പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഭേദമാണ്. പലയിടത്തും പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അച്ഛൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങ് മാറുന്നതാണ് പൊതുരീതി. അത് ശരിക്കും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് അവർക്ക് അങ്ങനെ അവർ ഇപ്പോൾ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിലും അതിൽ വരുന്ന അയാൾ അതിൽ സഹതാപമാണ് അർഹിക്കുന്നത്. സഹതാപമാണ് സമൂഹം കൊടുക്കുക. നല്ലൊരു കുഞ്ഞ് ജനിച്ചില്ലല്ലോ, അവളൊരു നല്ല കൊച്ചിനെ കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് അവനങ്ങനെ കൊച്ചിനെ ഇത് ചെയ്യേണ്ടി ഇതെന്ന്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റൂല. അമ്മയെ ഉപേക്ഷിക്കുമ്പം ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് വേറെയാണ്. ഇങ്ങനെ ഒരു കൊച്ചുണ്ടായിട്ടാണല്ലോ അവൾ ഇട്ടിട്ട് പോയതല്ല, അവൾ ഇട്ടിട്ട് പോയി കൊച്ചിനെ എന്നുള്ളതല്ലേ വരും. അപ്പോൾ അതാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ ആണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തുന്ന ആർക്ക് വെളിപ്പെടുത്താം എന്നുള്ളതാണ്. ഞാൻ ഓട്ടിസ്റ്റിക് ആയിരുന്നു എന്ന് ആർക്ക് വെളിപ്പെടുത്താം. അതെ, അപ്പം ഇവരുടെ ഈ വെളിപ്പെടുത്തലുകൾ ആ സെലിബ്രിറ്റീസിന്റെ PR-നും അവരുടെ മാർക്കറ്റിങ്ങിനും ഒക്കെ ഉപകരിക്കും. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യമല്ല. പക്ഷെ ചിത്രീകരിക്കപ്പെടുന്ന നമുക്കൊക്കെ എന്തോ ഗുണകരമായ കാര്യമാണ് ഈ വെളിപ്പെടുത്തലുകളെന്ന്. ഇതൊരു നോർമലൈസ് ചെയ്യും. അതെ, അത് ഒരു ലളിതവൽക്കരിക്കുകയാണ്. ഇതൊരു ഇവർക്കൊക്കെ ഇത്ര ആകാവുന്ന പോലത്തെ എന്തോ ഒരു പ്രതിഭാസമാണ് ഇതും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ആവാഞ്ഞത് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടാണ്. അതായത് അവിടെ പേരൻസ് പ്രതിക്കൂട്ടിലാവുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതൊക്കെ ഓട്ടിസം ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാവല്ലോ. എന്നിട്ട് ഈ കുട്ടികളാവാത്തത് എന്തോ നമ്മളുടെ കുറ്റമായിട്ടാണ് കാണുന്നത്. ഈ വെളിപ്പെടുത്തുന്നത് ആരായാലും അവർക്ക് ഗുണകരമാണത്. ഈ കുട്ടികൾക്കോ എന്താ പറയുക, തലഭിത്തിയിലിടിക്കുന്ന, ദിവസം മുഴുവനും ഭിത്തിയിൽ തലയിടിക്കുന്ന, സെൽഫ് ഇഞ്ചുറി ചെയ്യുന്ന, അല്ലെങ്കിൽ ദിവസം മുഴുവനും എന്തെങ്കിലും തരത്തിലുള്ള അഗ്രസീവ്, വീട്ടിലെ സാധനങ്ങൾ തകർക്കുക, ഈ പേരൻസിനൊക്കെ എന്ത് ഗുണമാണുള്ളത്? ഇവർ ഈ സെലിബ്രിറ്റികളൊക്കെ ഓട്ടിസ്റ്റിക് ആണെന്ന് അവരൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ്. ശരിയാ. അത് ഒരു സാധാരണ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു സമൂഹത്തിൽ. വിദേശത്തൊക്കെ ഇനി ഇച്ചിരി കൂടെ മനുഷ്യർ ഇതായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിരിക്കാം. അതിനുള്ള ഒരു സോഷ്യൽ ഈ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സ്റ്റിഗ്മയൊക്കെ ഒന്ന് മാറാനും ഒക്കെ ഇത് ചെയ്യായിരിക്കും. പക്ഷെ നമ്മളുടെ ഇവിടെ എന്ത് തരം ഗുണമാണ് അതിലുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രോജൻ ഹോഴ്സ് പോലെയാണ് തോന്നുന്നത്. എന്തോ നല്ല സംഭവമാണെന്ന് തോന്നാം, പക്ഷേ ഇത് നമുക്ക് ഒരു വിനയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെളിപ്പെടുത്തൽ. പിന്നെ അവർക്ക് ഓട്ടിസം ഇല്ല, അവർ ഓട്ടിസ്റ്റിക് അല്ല, ചുമ്മാണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ 19 നിന്ന ആൾ 18 നിൽക്കുന്ന ആളും 17 നിൽക്കുന്ന ആളും 16 നിൽക്കുന്ന ആളും ശരിക്കും ഓട്ടിസ്റ്റിക് അല്ല. ആ ഒരു പ്രതിസന്ധി ഉണ്ട്. പിന്നെ ഇതല്ലേ സാധനം, നമുക്ക് അത് പറയാൻ നമുക്കൊരു അധികാരവും ഇല്ല. അവർക്ക് അങ്ങനെ ഇല്ല എന്നും. പക്ഷെ അവർ ഈ ചെയ്യുന്നത് കൊണ്ടുള്ള അവർക്കുള്ള മാർക്കറ്റിങ്ങും അവർക്കുള്ള PR-ഉം മാത്രമേ നടക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പം സിദ്ധാർത്ഥിൻ്റെ വൈകാരികമായ ചില ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, വികാരപരം. അപ്പം ഇതിനപ്പുറത്തേക്ക് മനുഷ്യന് സഹജമായ മറ്റു കാര്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള അത്തരം പ്രശ്നങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ലേ? കുട്ടികൾക്ക് ഉണ്ടാകും. അവർക്ക് ടീനേജിൽ പേരൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെക്ഷൽ ഇഷ്യൂസാണ്. അപ്പോൾ അവരുടെ വയലൻസിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്, ഈ ഹോർമോൺ ചേഞ്ചസും മറ്റു പ്രശ്നങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മൾ പേരൻസിന് ഒരിടത്തുനിന്ന് ഒരു ട്രെയിനിങ്ങോ എന്തെങ്കിലും
ഇതിലെന്ത് ചെയ്യണമെന്നോ ഒന്ന് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകൾ പിന്നെ കുറച്ചൊക്കെ സൈക്കോളജിസ്റ്റുകൾ സഹായിക്കുമായിരിക്കാം. അല്ലെങ്കിൽ അപ്പോഴും ഇതുപോലെ നമ്മുടേതുപോലെ ഒരു കടുത്ത സദാചാര സമൂഹത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രദർശിപ്പിക്കുന്ന പല പ്രവൃത്തികൾ കാരണം ആ വീട് തന്നെ ഒറ്റപ്പെട്ടു പോവാം. റിലേറ്റീവ്സ് വരാതാകാം, സുഹൃത്തുക്കൾ വരാതാകാം, അതുപോലെ സിബ്ലിങ്സ് നേരിടുന്ന പ്രശ്നം. ഈ വിഷയത്തിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിനെ അതിനെക്കുറിച്ച് നമ്മളെപ്പോഴാണോ ഇത് അറിയുന്നത് അപ്പം തന്നെ നമുക്കൊരു ബോധ്യമുണ്ടാവണം. ഈ ഒരു വിഷയത്തെ നമ്മൾ ഒരിക്കൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അത് പേരൻസിനെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യവുമാണ്. പേരൻസിനെ മാത്രമല്ല, പൊതുസമൂഹത്തിനും ഒരു ധാരണ ഉണ്ടാവണം. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് അത് മനസ്സിലാക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ സിദ്ധാർത്ഥിന് 3 വയസ്സായ സമയത്താണ് സിദ്ധാർത്ഥിൻ്റെ സ്കൂളിൽ അന്ന് വിട്ടിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അന്നൊരു സെമിനാർ ഉണ്ടായിരുന്നു. ഒരു സെക്സോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവർ നടത്തി. ആ 3 വയസ്സ് ആ സമയത്ത് എനിക്ക് അന്ന് കിട്ടിയ അറിവാണ് എനിക്ക് എല്ലാ കാലത്തും ഉപകരിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 3 വയസ്സിലോ 4 വയസ്സിലോ കുട്ടികൾ പ്രൈവറ്റ് പാർട്ടി കൈവയ്ക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ അന്ന് തൊട്ട് നമ്മൾ അവരെ അത് മനസ്സിലാക്കി കൊടുക്കണം. ആ ഭാഗത്ത് പിടിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വകാര്യ സ്ഥലമേ പറ്റുള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പറ്റൂല. അപ്പോൾ ഇവന് കൈ വെക്കുമ്പോൾ ഒക്കെ കൈയെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ട് അടുത്തിരുന്നിട്ട് ഞാനിങ്ങനെ അവൻ്റെ തൊടയിൽ കൈവച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കൈയെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചില വാക്കുകൾ ചില സമയത്ത് വരും. അവന് കുറേ വൊക്കാബുലറി ഉണ്ട്, കുറച്ച് ചിലപ്പോൾ ഒക്കെ പറയും. അപ്പം ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതൊക്കെ പറയും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. അതൊരു ലൈഫ് എന്താ പറയുക അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പ്രധാന അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അറ്റ്ലീസ്റ്റ് എനിക്കതുകൊണ്ട് ആ ടീനേജിലോ അല്ലെങ്കിൽ തുടർന്നോ ഞാനിത് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ട് ഈ ഒരു വിഷയം കൊണ്ട് ഞാനൊരു പ്രതിസന്ധി പെട്ടില്ല. പക്ഷെ പ്രതിസന്ധികളിൽ പെടുന്ന പേരൻസ് ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടാം, പൊതുസമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള വിഷമങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പം പൊതുസമൂഹത്തിനും ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പേരൻസിന് മാത്രമല്ല, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇതിലവരെ ചെയ്യാവുന്ന കാര്യം ശരിക്കും നമുക്കൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് പഠിപ്പിക്കുക അവരെ ഹൗ ടു മാസ്റ്റർബേറ്റ് എന്നുള്ളത്. അതാണ് അവര് നമ്മളെ പോലത്തെ ഒരു സമൂഹത്തിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും പേരൻസിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു മീറ്റിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പം ഇവരെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പേരൻസ് തന്നെ എഴുന്നേറ്റ് നിന്ന് പേരൻസിന് തന്നെ ഇഷ്ടമായില്ലത്. അവരത് നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു ഇതുണ്ടായി. അതൊരിക്കലും പാടില്ല എന്ന്. അപ്പോൾ പാടില്ലാത്തതിന് പരിഹാരം ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ സ്കൂളുകളിൽ എന്താ ചെയ്യുന്നത്, ഇവരെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യിച്ചാൽ മതി. ഗ്രൂപ്പ് ആക്ടിവിറ്റി നിങ്ങൾ എത്ര നേരം ചെയ്യിക്കും അവർ ഇത് എന്തായാലും അത്രയും സഹജമായ അത് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ ആ നിമിഷത്തേക്കല്ലേ ഇത് പോവുള്ളൂ, നമുക്ക് പിന്നെ വിശക്കുമല്ലോ. അതുപോലെ അത്രയും പ്രാഥമികമായ ഒരു കാര്യത്തിൽ ഒരുതരം സാമൂഹ്യവൽക്കരണവും ഇല്ലാത്ത, അതായത് സോഷ്യലൈസേഷന് വളരെ പിമ്പിലുള്ള ഈ കുട്ടികളെ കൃത്യമായിട്ട് വേറൊന്നും സംഭവിക്കാം, ഇവർ അപകടത്തിലും പെടാം. പെൺകുട്ടികളൊക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടാം. അതുപോലെ പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും അവരെ സെക്ഷലി മിസ്യൂസ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അതാണ് അപ്പം ഞാൻ ഈ ബോംബെയിൽ ഞാൻ ഈ സെമിനാറിൽ പങ്കെടുത്ത സമയത്ത് ഒരു പേരൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോള് ഇങ്ങനെയാണ്, അപ്പം ഞാൻ അവളുടെ യൂട്രസ് റിമൂവ് ചെയ്താലോ എന്ന്. ഡോക്ടർ ആകെ പ്രതിസന്ധിയിലായിപ്പോയി. അവർ പറഞ്ഞു എനിക്ക് അതിനൊരു ഉത്തരം പറയാൻ അറിയത്തില്ല. എന്താണ് അത്, അവരുടെ ഒരു അവയവമാണ് അത്. നിങ്ങൾക്ക് വേറൊരാൾക്ക് ഈ ഒരു താല്പര്യത്തോടെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആരെങ്കിലുമൊക്കെ മിസ്യൂസ് ചെയ്താലോ. അപ്പം അതെ, അതിനകത്തെ പ്രശ്നം പ്രഗ്നൻസി മാത്രമാണ്, മനസ്സിലായോ? ഒരു അൺവാണ്ടഡും ഈ അവിഹിതമായ നമ്മുടെ സമൂഹമായതിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ കുട്ടി അല്ലെങ്കിൽ അവരെ മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മറ്റ് ഈ ഇങ്ങനത്തെ ഒരു വ്യക്തി
വ്യക്തി എന്തെങ്കിലും രോഗമുള്ള ആളാണോ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും രോഗം ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ഒരു വളരെ എന്താ പറയുക, ഒരു സംസ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ കാരണം കൂടുതൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ ഒന്നുമുള്ള ഭയമല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരുടെ ചോദ്യം അത് മാത്രമാണ്. അതെ, നമ്മുടേതുപോലെ ആ സമൂഹത്തിൽ അതായിരുന്നു പ്രശ്നം. ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ആകുലത മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഓരോ കുട്ടിയുടെയും വീടും അമ്മയും അല്ലെങ്കിൽ കുടുംബവും കടന്നു പോകുന്നത്. അപ്പൊ ശരിക്കും റെഡിമെയ്ഡ് ആയിട്ടൊരു ആൻസർ ഒന്നും പറയാനില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചെയ്യരുതെന്ന് പറയാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ ഏത് ഇതിൽ നിന്നിട്ട് ആ ചോദ്യം ചോദിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരാളുടെ വേറൊരാളുടെ അവയവം മുറിച്ച് മാറ്റിട്ട് ചോദിക്കുന്നത് ഭയങ്കരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് എവിടെ പരിഹരിക്കും എന്നൊന്നും അറിയില്ല. ട്രെയിനിങ് നല്ല ഒരു തരം ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ സദാചാരത്തിനകത്തോ നമ്മുടെ സോഷ്യൽ നോംസിനകത്തോ നിന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്രീയമായും വിദഗ്ധരും ചേർന്ന് പരിഹരിക്കേണ്ടതാണ്. ഈ വിദഗ്ധരെ എത്ര കണ്ട് വിദഗ്ധരാണെന്നുള്ളതാണ് വേറൊരു. അതെ, പിന്നെ ഇതിന്റെ സാമ്പത്തികമായ ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ റോഡുകൾ ഉണ്ടാക്കുന്നു, പാലം ഉണ്ടാക്കുന്നു, വലിയ വലിയ എത്രയോ കോടാനുകോടി രൂപ ചെലവാക്കുന്നു. പക്ഷേ മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു 10-70 വർഷത്തിനകത്ത് ഓരോരോ മനുഷ്യൻ അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്ര രൂപ ചെലവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സെക്ടറിൽ നമുക്ക് എത്ര ചെലവാക്കാൻ പറ്റും. റോഡുകളോ പാലങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായക്കാരി. റോഡുകളും പാലങ്ങളും എല്ലാം വേണം. ഈ പേരൻസിനാണ് കുറച്ചും കൂടെ ഗുണകരം. അതായത് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും അവരുടെ പേരൻസിനുമാണ് റോഡുകളും പാലങ്ങളും ഈ ഗതാഗത സംവിധാനവും ഒക്കെ ഗുണകരം. പക്ഷെ അതൊന്നും വേണ്ടാത്തതുകൊണ്ടല്ല. പക്ഷേ അതിനൊപ്പം തന്നെ എപ്പോഴും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്, നമ്മുടെ സമൂഹത്തിലെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ എവിടെയാണെന്നുള്ളതിൻ്റെ ആണ്. നമ്മുടെ സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചു എന്നുള്ളത് അത് എപ്പോഴും ഈ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് പോലെ ഒരു സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചു എന്നറിയുന്ന ആ സമൂഹത്തിലെ സ്ത്രീകൾ എങ്ങനെ സ്ത്രീകളോട് സമൂഹത്തിൻ്റെ മനോഭാവം അനുസരിച്ചെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ വേറൊരു പ്രധാന അളവുകോലാണ് അതിനകത്തെ വൾണറബിൾ ആയിട്ടൊരു മനുഷ്യരോട് എങ്ങനെയാണ്. ഇപ്പം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ അക്കാര്യത്തിൽ കുറച്ചും കൂടെ മുമ്പിലാണ്. പക്ഷെ എപ്പോഴും നമ്മൾ എവിടെയാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും വലിയ മോഡൽ ആവണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ആരോഗ്യരംഗത്തെ കാര്യവും വിദ്യാഭ്യാസ രംഗത്തെ കാര്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും UP-യിൽ ഇന്നതുണ്ട്, ബീഹാറിൽ ഇന്നതുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനം നമ്മളെപ്പോഴും പറയാം യൂറോപ്പിൽ ഇന്നതുണ്ടെന്നാണ് പറയുക അല്ലേ. അപ്പൊ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ യൂറോപ്പിനോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. നമുക്ക് യൂറോപ്പിനേക്കാളും മെച്ചപ്പെട്ടതാവാം. കാരണം നമുക്ക് ഒരുപാട് മനുഷ്യ വിഭവശേഷിയുള്ള പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ മനുഷ്യനെ സഹായിക്കുന്നവരുണ്ട്. കേരളീയന്റെ മനസ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പല അപകട സാഹചര്യങ്ങളും. അപ്പൊ ഇതുപോലെ ഇത് നമ്മളുടെ എല്ലാം ഒരു ശ്രദ്ധ ആവശ്യമുള്ളതാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സമൂഹമായി നമ്മൾ മാറാൻ ഇപ്പോൾ പ്രീതയോട് സംസാരിച്ച് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ കൂടിയൊക്കെ കേൾക്കുന്ന കുറേ പേരുടെ എങ്കിലും മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ഇപ്പം പ്രീതയോട് സംസാരിച്ച് എനിക്ക് ഭയങ്കര ഇൻഫർമേറ്റീവ് എന്ന് മാത്രമല്ല, ഞാൻ എന്നുള്ള വ്യക്തിയെ കുറേ കൂടെ എങ്ങനെയാണ് ഈ സമൂഹത്തോട് പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ആരെയെങ്കിലും ഒക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കിയാൽ വളരെ സന്തോഷം. എന്തായാലും പ്രീത, എനിക്ക് ഇപ്പോൾ അങ്ങ് ആശംസ ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ ചിരി അതെനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥിൻ്റെ ഓരോ സ്റ്റെപ്സും എല്ലാം അറിയുന്ന ഒരാളെന്ന നിലയ്ക്കും ഇത്രയും നേരം പോലും ആ ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞതെല്ലാം പോസിറ്റീവായ സൈഡാണ്. ഇതിൻ്റെ ഒരു വളരെ അനുഭവിച്ച എന്താ പറയുക, ഞാൻ അനുഭവിച്ചതൊന്നും എനിക്ക് പറയാൻ അത് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. അതൊക്കെ എല്ലാ പേരൻസും അനുഭവിക്കുന്നുമുണ്ട്. ആ അനുഭവം ഞാനിവിടെ ഇരുന്ന് എനിക്ക് ബീനയോട് 1 മണിക്കൂറൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അപ്പോൾ അതിൽ ഞാൻ ഇനി ഒരു പുസ്തകം എഴുതിയാൽ പോലും ഒരു ബൈബിളിൻ്റെ അത്രയും വലിപ്പമായാലും തീരുമോയെന്നും എനിക്കറിയത്തില്ല. ഞാൻ സർവൈവ് ചെയ്യാൻ ഒരുപാട് അതൊക്കെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്ന് കുറേ മനുഷ്യരുടെ കൂടെ ഇമോഷനിലേക്ക് ഇട്ട് കൊടുത്ത് അവരെയും കൂടെ വൈകാരികമായി ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചെയ്യാറുണ്ട്. ഒത്തിരി പൊട്ടിപ്പോകുന്ന സമയത്ത് ഞാൻ 4 വരി ഇട്ടിയാൽ പോലും എനിക്ക് മനസ്സിലാവും പിന്നീട് അത് ആൾക്കാർ അത് ഒരുപാട് വൈകാരികമായിട്ടാണ് എടുത്തത്. അപ്പം അതിൽ കൂടുതൽ എന്തെങ്കിലും കാലത്ത് എനിക്ക് എഴുതണോ, ചിലപ്പോൾ ഞാൻ വിചാരിക്കും എഴുതണമെന്ന്, പിന്നെ ഞാൻ വിചാരിക്കും ഞാനൊരു മടിച്ചിയാണ് ബേസിക്കലി.
അപ്പം പിന്നെ അതും ചിലപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തുറന്ന് പറച്ചില് അറിയില്ല ഇപ്പോൾ പല കാര്യങ്ങളും ഈ സാഹചര്യം പറയുമല്ലോ, ഈ നമ്മൾ അനുഭവിക്കുന്നതല്ലേ നമുക്ക് അനുഭവിക്കും. അപ്പം അങ്ങനെ അല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി, സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇപ്പം പ്രീത നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചും കൂടിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊരു മാറ്റത്തിന്, ഇപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് സമാധാനം കൊടുക്കുക, അല്ലെങ്കിൽ ആ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നതിനപ്പുറത്ത് അങ്ങനെ അല്ലാത്തവരെയും ഇതിനകത്തേക്ക് ഈ നമ്മുടെയൊക്കെ സങ്കല്പം എപ്പോഴും ഒരു നല്ല സമൂഹ സൃഷ്ടിയാണല്ലോ. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ വിചാരിച്ചു നമ്മൾ വലുതാകുമ്പോൾ ഉള്ള സമൂഹം വളരെ നന്നാവും. ഇപ്പോൾ വിചാരിക്കുന്നു നമ്മളുടെ അടുത്ത ജനറേഷൻ ഇതിനെ ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പം അതിനുവേണ്ടി കുറച്ചുകൂടിയൊക്കെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കാം എന്നുള്ളതിനകത്ത് വേണ്ടി പ്രീതയെ പോലുള്ളവർ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു പുസ്തകം എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.